You are under arrest. Part 2ലേക്ക് പോവാണ്. ഇനിയുണ്ടോ? ഓക്കെ. ബാലഭാസ്കർ is under arrest. You are under arrest. Tell me whether I am true or false. Okay. ഇൻഡസ്ട്രിയിലെ പലർക്കും ബാലുവിനോട് അല്ലെങ്കിൽ ബാലുവിന് ഇൻഡസ്ട്രിയിലെ പലരും ആയിട്ട് കോൾഡ് വാർ ഉണ്ട്. ട്രൂ. വൈ? എന്തുകൊണ്ട് ഓപ്പൺ വാർ ആക്കിയില്ല? എനിക്ക് പ്രശ്നമില്ല, ഇങ്ങോട്ട് ഓപ്പൺ വാർ ഞാൻ റെഡിയാണ് ചെയ്യാൻ. കോൾഡ് വാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിലെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടെന്നുള്ള സത്യമാണ്. ഇൻഡസ്ട്രിയിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇത് ആരും ഉണ്ടാക്കുന്ന കാര്യമല്ലോ, നമ്മൾ പറയാതിരിക്കേണ്ട കാര്യമില്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു ബി, എനിക്ക് മുഖം മൂടിയിട്ട് അയ്യോ എല്ലാവരും മറ്റേ മാലാഖമാരാണ്, ഞാനും മാലാഖയാണെന്ന് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയില്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ തന്നെ കള്ളം പറയണം. എവിടെ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ആവുക? എങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുക? എപ്പോഴാണ് വാർ തുടങ്ങുക? ഇത് ഞാനായിട്ട് എനിക്ക് ആരുമായിട്ട് ശത്രുത കൊണ്ടുപോകാൻ താല്പര്യമില്ല. എനിക്ക് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. എനിക്കിഷ്ടമാണ്, നല്ലത് കണ്ടാൽ നല്ലതായിരുന്നു പറയാനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇപ്പോൾ ചില ആൾക്കാരുടെ സ്റ്റേജ് എനിക്ക് കിട്ടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണം കോൾഡ് വാർ. എന്താണ് ഒരു സിംഗർ ഈഗോ? എന്താണ് ആർട്ടിസ്റ്റ് ഈഗോ എന്ന് പറഞ്ഞാൽ? എന്താ ടൂറിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് കാണാറുണ്ട് നമുക്ക്. ചിലപ്പോൾ കൈയടി കൂടുതൽ കിട്ടുക സ്റ്റേജിൽ കയറുമ്പോൾ, തിങ്സ് ലൈക്ക് ദാറ്റ് അഫക്ട്സ്. നമുക്ക് ഇപ്പോൾ ആദ്യത്തെ 2 ഷോനൊക്കെ കുഴപ്പമുണ്ടാവില്ല, പിന്നെ ആകുമ്പോഴത്തേക്ക് അത് പേഴ്സണൽ ഇഷ്യൂസിൽ പോവുക. ഈ ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് കാര്യങ്ങളൊക്കെ പതുക്കെ ഓഫ് സ്റ്റേജിലേക്ക് എടുത്തു തുടങ്ങും. പതുക്കെ ഭയങ്കര ഭയങ്കര ഇഷ്യൂസൊക്കെ ആയി തുടങ്ങും വേറെ രീതിയിൽ. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ കൈയടി ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ ഈ ആൾക്കാരുടെ കൂടെ ഈ 1 മാസത്തേക്കുള്ള യാത്രയൊക്കെ ഇല്ലേ, ഐ വോണ്ട് ഗോ. ഞാൻ പോയില്ല. ബാലു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നോ? എനിക്കിഷ്ടമല്ല ഈ മുഖം മൂടി വെച്ചിട്ടുള്ള ആൾക്കാരെ ഒരുപാട് കാണാൻ. എനിക്ക് മുഖംമൂടി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, പിന്നെ അത്രേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമല്ലാത്ത ആളെ കണ്ടു കഴിഞ്ഞാൽ ഐ എം സോറി എന്ന് പറഞ്ഞ് പോകാനും കുഴപ്പമില്ല. എനിക്ക് ചിരിച്ചിട്ട് ബാക്കിൽ നിന്ന് വേറെ പറയുക, അപ്പുറത്തുനിന്ന് ഇത് പറയുക, ഐ കാൻറ്റ് ടേക്ക് ഇറ്റ്. സോ ബാലു ഫൈനലി പറയണത്, ഒരു സ്റ്റേജിൽ കൂടുതൽ കൈയടി കിട്ടുന്ന സമയത്ത് തന്നെ ഈഗോ വർക്ക് ആവും. അതും ആകാം, അതൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റൊരാൾക്ക് കൂടുതൽ ചാൻസ് കിട്ടണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. വെൽ ആ സമയത്ത് ഇതൊരു കോൾഡ് വാർ ആണ്, ഞാനും ഇവനും തമ്മിലൊരു യുദ്ധമുണ്ട് എന്ന് എപ്പോഴെങ്കിലും ആ സ്പാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓപ്പണായിട്ട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് നമ്മൾ മണ്ടന്മാരാവാൻ പാടില്ല അല്ലേ. യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വൈബ് ഓൾസോ സംടൈംസ്. ബാലഭാസ്കർ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. സ്റ്റാർ ജാമിൽ ഇന്ന് ഷാൻ ഉണ്ട്, ബാലഭാസ്കർ ഉണ്ട്, കൂടെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് വയലിനും ഉണ്ട്. ഈ വയലിന് എന്താ പേരിട്ടിരിക്കുന്നത്? ഈ വയലിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഞാൻ പേരിടാ ശംഖു. കൊന്നുകളെ ഞാൻ പേരിട്. നമുക്ക് ഇതിന് റാംബോ ഒന്നുമില്ല. റാംബോ നല്ല. ഇന്ന് വയലിന്റെ പേരിടൽ ചടങ്ങ് നടത്തും. എത്ര വർഷമായി വയലിൻ വായിക്കാൻ തുടങ്ങിയിട്ട്? വയലിൻ വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ അരങ്ങേറ്റം നടത്തി. ഞാനൊരു 4 വയസ്സിൽ വായിച്ചു. സോ ഐ തിങ്ക് 18 വർഷത്തോളമായി വായിക്കാൻ തുടങ്ങിയിട്ട്. 18 വർഷമായിട്ട് സ്വന്തം വയലിന് പേരിട്ടിട്ടില്ല? ഇല്ല. എങ്കിൽ ഇന്ന് ആ പേരിടാം. എന്തിടും? ബാലഭാസ്കറിന്റെ വയലിന് സജസ്റ്റ് ചെയ്യട്ടെ, എനിക്ക് ഓഡിയൻസ് സജസ്റ്റ് ചെയ്താൽ മതി. സ്റ്റാർ ജാമിൽ ഒരു പേരിടാൻ പോവാണ്. ബാലഭാസ്കർ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. സ്റ്റാർ ജാമിൽ നമ്മൾ ക്ലബ് FM കോൺടെസ്റ്റ് എന്നുള്ള പേജിൽ ഈ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാം. യുവർ ക്വസ്റ്റ്യൻ. എനിക്ക് എന്റെ വയലിനൊരു പേര് ആവശ്യമുണ്ട്. സോ എനിക്ക് നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും ഒക്കെ ഒരു പേര് സജസ്റ്റ് ചെയ്താൽ ഐ ലൈക്ക് ടു നെയിം ഇറ്റ് ലൈക്ക് ദാറ്റ്. ബാലഭാസ്കറിന്റെ വക സമ്മാനമായിട്ട് യു വിൽ ഗെറ്റ് എ വയലിൻ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും തരും. പക്ഷെ എനിക്ക് നല്ല പേര് വേണം. ആരാണോ നല്ല പേര് സജസ്റ്റ് ചെയ്യുന്നത്? ഒരു കാര്യം ഓർത്തോണം, പക്ഷേ എൻ്റെ വയലിൻ ആണാണ്, ആള് ഭയങ്കര മാൻലി ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്, ഡ്യൂഡ് കൈൻഡ് ഓഫ് ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോകേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, അതേസമയത്ത് തന്നെ നമ്മുടെ കൾച്ചറിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആളുമാണ്. ഇന്ത്യൻ ആണ്, മലയാളിയാണ്, തനി നാടനുമാണ്. ഞങ്ങൾ തട്ടുകടയിലും പോകാറുണ്ട്, 5 സ്റ്റാറിലും പോകാറുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഭയങ്കര ഇത്രയും നാളുകളായിട്ട് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്ന രീതിയിലൊക്കെ അല്ലേ, ഷാൻ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എന്നെ ചിരിപ്പിച്ച് നല്ല എനർജിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഐ ലൈക്ക് ഇറ്റ്. ഐ ആം സോ താങ്ക്ഫുൾ ടു യു ബാലു. കാരണം എന്റെ ആർത്തി ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ ദോശ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും, കുറെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കും. പക്ഷെ വയലിൻ വായിക്കുന്ന ഒരാളെ കണ്ടാലേ ഞാൻ നോക്കുള്ളൂ. താങ്ക് യു. എനിക്ക് ഐ ആം താങ്ക്ഫുൾ ടു യു. ക്ലബ് FM നന്ദി. ഫൈനൽ ക്വസ്റ്റ്യൻ. കൺഫ്യൂഷൻ എന്നാണ് ബാലുവിന്റെ ആദ്യത്തെ ബാൻഡിന്റെ പേര്. ലൈഫിൽ ബാലുവിന് അങ്ങനെ ഒരു ഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷനോ? നോ, നെവർ. കൺഫ്യൂഷൻ ഇല്ല. വാട്ട് ആർ യു? വാട്ട് മേക്സ് ബാലു? മൈ തോട്ട്സ്. മൈ തോട്ട്സ്, മൈ ഫ്രീഡം. മൈ ഫ്രീഡം മേക്സ് മീ. എനിക്ക് എന്റെ വഴി പോകണം, എനിക്ക് എന്റെ വഴിയിൽ മാത്രം പോയാൽ മതി. സോ ഐ ഗിവ് യു ഫുൾ ഫ്രീഡം. ഇഷ്ടമുള്ളത് വായിച്ചോളൂ. The mic is yours. Okay. The studio is yours. Thank you. The show is yours. Thank you. And here we go. Yeah, man.